ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് ഡിഫറെൻറ്റ് സ്റ്റൈൽസിൽ എങ്ങനെ QR കോഡ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നോർമൽ QR കോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എന്ത് ഡാറ്റയാണോ നമുക്ക് വേണ്ടത് അതൊരു റാൻഡം QR ഫോർമാറ്റ് ആക്കിയിട്ട് അതിലായിരിക്കും കിട്ടുക. പിന്നെ അത് നമ്മൾ പ്രിൻ്റ് എടുത്ത് എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ കൊടുത്തേക്കുന്ന എന്ത് ഇൻഫർമേഷൻ ആണോ അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഡിഫറെൻറ്റ് സ്റ്റൈൽസിലുള്ള ഈ QRസിന് ഫങ്ഷണൽ QR കോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫങ്ഷണൽ QR കോഡ് നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തേക്കാം, ആ ലിങ്കിൽ പോവുക. സൈറ്റിൻ്റെ പേര് QRBTF.com എന്നാണ്. അപ്പോൾ ഇവിടെ പോയിട്ട് നിങ്ങൾ സൈൻ ഇൻ ചെയ്യേണ്ട കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഫ്രീ പ്ലാനിനകത്ത് നിങ്ങൾക്ക് 10 ജനറേഷൻ വരെ ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു നിങ്ങളുടെ Gmail ID വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യുക. പിന്നെ യൂസർ ഇൻ്റർഫേസിലോട്ട് വരുമ്പോൾ ഇവിടെ കാണാവുന്ന പോലെ നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏത് സ്റ്റൈൽ വേണം, ഏത് സ്റ്റൈലിലായിരിക്കണം നമ്മുടെ QR ജനറേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവിടെ എന്ത് ഡാറ്റ ആയിരിക്കണം നമ്മൾ ആ QR സ്കാൻ ചെയ്യുമ്പോൾ കിട്ടേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ URL ആണ്. URL തന്നെ വേണമെന്നൊന്നുമില്ല, ഇവിടെ ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ QRBTF കൊടുത്തിട്ടുണ്ട്, ഞാൻ അതിന് പകരം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിങ്കാണ് ഞാനിപ്പം QR കോഡാക്കി മാറ്റാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഏത് സ്റ്റൈലിൽ വേണം QR കോഡ് ജനറേറ്റ് ചെയ്യാം. ഈ സെക്കൻഡ് ഓപ്ഷനാണ് ഡിഫോൾട്ട് QR കോഡിൻ്റെ ഒരു സ്റ്റൈൽ വരുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം, പക്ഷേ അത് നമ്മൾ ബേസിക് സാധനമാണ്, എപ്പോഴും ചെയ്യുന്നതാണ്. അപ്പോൾ അതല്ല ഇന്ന് നോക്കാൻ പോകണം. അതിൽ തേർഡ് ഓപ്ഷനും ഒരു ഇമേജ് ടൈപ്പാണ്, പക്ഷേ ഇത് പിക്സലേറ്റഡ് ഇമേജസ് ആണ് ഇത് ജനറേറ്റ് ചെയ്യുക. ഇതിലിപ്പോൾ ഞാൻ കാണിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ബാക്കി ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. പക്ഷേ ഞാൻ കാണിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഓപ്ഷനാണ്. ഈ ഫസ്റ്റ് ഓപ്ഷനകത്ത് നിങ്ങൾക്ക് ഒരു പ്രോംപ്റ്റ് കൊടുക്കുക. ആ പ്രോംപ്റ്റിനനുസരിച്ച് ഒരു ഇമേജ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ജനറേറ്റ് ചെയ്യുന്ന ഇമേജ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. അതെങ്ങനെയാണെന്നാണ് ഇപ്പോൾ നോക്കുന്നത്. അതിനിപ്പോൾ പ്രോംപ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതിന് ഇവിടെ ഒരു റാൻഡമൈസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഒരു റാൻഡം പ്രോംപ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യും. നെഗറ്റീവ് പ്രോംപ്റ്റ് വേണമെങ്കിൽ നെഗറ്റീവ് പ്രോംപ്റ്റ് കൊടുക്കാം. സീഡ് വാല്യൂ, അതായത് എന്തുമാത്രം അതിന് ഡിഫറൻസ് വേണം, അല്ലെങ്കിൽ ഇത് സെയിം സാധനം തന്നെ വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഈ സീഡ് വാല്യൂ ഈ സെയിം സ്ട്രക്ചറിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് സെയിം ടൈപ്പ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ കൺട്രോൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ കൊടുത്തിരിക്കുന്ന ഈ സംഭവമാണ്. അപ്പോൾ ഈ കൺട്രോൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുമാത്രം QR കോഡിലോട്ട് ലീൻ ചെയ്യണം. അതായത് ജനറേറ്റ് ചെയ്യുന്ന ഇമേജ് ചിലപ്പം സ്കാൻ ചെയ്ത വർക്കാവണമെന്നില്ല. അപ്പോൾ അതിന് വർക്കാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സ്ട്രെങ്ത് ഇച്ചിരി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അത് QR കോഡ് ടൈപ്പിലായിരിക്കും വരുന്നത്. അപ്പം സ്കാൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇത് കുറച്ചിട്ട് കഴിഞ്ഞാൽ കൂടുതൽ അത് ഇമേജിലോട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കും. അതായത് QR കോഡ് അത്ര വിസിബിൾ ആയിരിക്കില്ല. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ ആണ് ഇപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല, അത് തന്നെ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കി ഈ സാധനങ്ങളൊന്നും ഇപ്പോൾ നോക്കേണ്ട കാര്യമില്ല. ഇമേജിൻ്റെ സൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം, അതും ഞാനിപ്പോൾ ചേഞ്ച് ചെയ്യാൻ പോകണില്ല. ബാക്കി ഓപ്ഷൻസ് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഡിഫറെൻറ്റ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പം ഏത് ടൈപ്പ് വേണം, സർക്കിള്, സ്ക്വയർ, ഇത് ഈ കൊടുത്തേക്കുന്നതൊക്കെ വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാം. നിങ്ങൾ അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, കാണാം, യൂസേജ് കാണാം. ഫ്രീ യൂസേജ് നമുക്ക് 10 ജനറേഷൻസ് വരെ ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് കൗണ്ടും ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്നതിനനുസരിച്ച് കാണിക്കും. അപ്പോൾ ഫ്രീ പ്ലാനിനകത്ത് ഇപ്പോൾ 10 എണ്ണം QR കോഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി നേരെ QR കോഡ് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു റാൻഡമൈസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പം റാൻഡമായിട്ട് ഇത് ജനറേറ്റ് ചെയ്ത പ്രോംപ്റ്റ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെയായിരിക്കും നമ്മുടെ QR കോഡ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ജനറേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ കാണാം ഒരു QR കോഡ് വന്നിട്ടുണ്ട്. ഇതൊരു ഹൈഫൈ തീമിലുള്ള ഒരു QR കോഡാണ്. ഇത് ഡയറക്റ്റ്ലി സ്കാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ സ്കാൻ ചെയ്തിട്ട് ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേറെ ഒരു QR കോഡ് ജനറേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റൈൽ കിട്ടുമെന്ന് നോക്കാം. ആർക്കിയോളജി, ഹൈറോഗ്ലിഫിക്സ്, ആ ഒരു ടൈപ്പിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ QR കോഡ് നോക്കിയാലും കാണാം, ഇതൊരു പഴയ ആർക്കിയോളജി ടൈപ്പിൽ ഉള്ള QR കോഡ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്.
ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ഒരു മറൈൻ അഡ്വഞ്ചർ പൈറേറ്റ്സ് ട്രഷർ ആ ഒരു ടൈപ്പ് ജനറേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ റാൻഡം പ്രോംപ്റ്റാണ്. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള പ്രോംപ്റ്റ് കൊടുക്കാം. ഞാനിപ്പോൾ ഈ പ്രോംപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ടൈപ്പ് ചെയ്യണ്ടല്ലോ. ഓക്കെ, ഇതൊരു ഷിപ്പിൻ്റെ ലുക്കുള്ള QR കോഡ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതും സ്കാൻ ചെയ്താൽ ചാനലിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. QR കോഡ് വർക്കിംഗ് ആണ്. സ്കാൻ ചെയ്ത് ട്രൈ ചെയ്യാവുന്നുള്ളൂ. ഇപ്പോൾ ഇത് കാണിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ QR കോഡ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു വെറൈറ്റിക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സൈറ്റിലോട്ട് ലീഡ് ചെയ്യിക്കാനായിട്ട് ഒരു QR കോഡ് ജനറേറ്റ് ഇത് യൂസ് ചെയ്യാം. എല്ലാ ഈ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. 10 ജനറേഷനാണ് ഫ്രീ ആയിട്ടുള്ളത്. അപ്പം അത് മാത്രം നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.